കണ്ടില്ലേ ഗൈസ്, എന്ത് രസമാണെന്ന് നോക്ക്. പിന്നെ ഇത് കപ്പ, അങ്ങനത്തെ കുറെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. വലിയ സൈസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ലാത്ത പലതരം വെറൈറ്റി സൈസ് ചേനകളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഗൈസ്, ഇവിടെ ഒരു ഗുഹ പോലത്തെ സംഭവമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു ലവിൻ്റെ അവിടെ ചുമ്മാ ഒന്ന് ഫോട്ടോ എടുക്കാൻ നിന്നതാണ്. പിന്നെ അകത്തോട്ട് കയറിയപ്പോൾ ഒരു കോഴിയെ കണ്ടു, പിന്നെ നമ്മുടെ പ്രാവിനെ കണ്ടു. പിന്നെ അങ്ങനത്തെ വെറൈറ്റി പ്രാവുകളുണ്ട്. പലതരം കിളികളും പക്ഷികളും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കുറെ മീനുകളെ കണ്ടു ഞങ്ങള്. നല്ല രസമാണ് കേട്ടോ. നല്ല വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, എന്ത് രസമാണ്. പിന്നെ കിളികളെ കണ്ടു. നല്ല കളറുള്ള കുറെ കിളികളുണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാത്തിനും തൊട്ടു. പിന്നെയാണ് അപ്പുറത്ത് നിന്നൊരു ഇഗ്വാന കിടക്കുന്നത് കണ്ടത്. ഞാൻ പേടിച്ചു പോയി. പിന്നെ ഞങ്ങള് ഒരു ഗെയിമിൽ കയറി. ഞാൻ ഒരുപാട് പേടിച്ചു കേട്ടോ. ഞാൻ ഒരുപാട് പേടിച്ചൊരു ഗെയിമാണ്. ഞാൻ ഈ വണ്ടിക്കകത്തോടൊക്കെ യാത്ര ചെയ്ത് പോയി. എൻ്റെ പോലെ അത് എക്സ്പീരിയൻസ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. നല്ല രസമാണ് കേട്ടോ. അത് കയറി എക്സ്പീരിയൻസ് ചെയ്യണം. പേടിച്ചു പോവും. ഞാൻ കിടന്ന് അലച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പേടിച്ചു പോയി ഭയങ്കരമായിട്ട്. നമ്മളത് ഒറിജിനാലിറ്റി പോലാണ് തോന്നുന്നത്. ഞാൻ മാത്രമല്ല, ഭദ്രൻ കയറിയായിരുന്നു കേട്ടോ. അടുത്ത ഭദ്രയാണ് കയറുന്നത്. എനിക്കാണെങ്കിൽ വേറൊരു പേടിപ്പെടുത്തുന്ന ഗെയിമായിരുന്നു. ഇവൾക്ക് പേടിപ്പെടുത്താത്ത സാൻഡയുടെ ഗെയിമാണെന്നാണ് ആ ചേട്ടന്മാർ പറഞ്ഞത്. ഇവളെ ഏതാണ്ടൊക്കെ കാണിക്കുന്നു. ഇവള് വന്നിട്ട് ഒന്നും പറഞ്ഞില്ല. നല്ല രസമായിരുന്നു മാത്രമേ ഇവള് പറഞ്ഞുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഏതാണ്ടൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്ക് എന്തോ നടക്കുന്നത് നമ്മക്കറിയില്ല. ഓക്കെ, അപ്പോൾ അവളുടെ ഗെയിം കഴിഞ്ഞു. ഗെയിം കഴിയാറാവുന്നു. പിന്നെ വേറൊരു ചെറുക്കൻ അവിടെ നിന്ന് ഗെയിം കളിക്കുന്നു. എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറുകയാണ്. പിന്നെ ഗൈസ്, ആ തത്തയെ കണ്ട് എന്ത് രസമാണെന്ന് നോക്ക്. നല്ല ഭംഗിയല്ലേ. ഞാൻ അതിനെ തൊട്ട് കേട്ടോ. പിന്നെ ദാണ്ട ഒരു ചേട്ടൻ കണ്ടു പാമ്പിനെയൊക്കെ എടുത്തുകൊണ്ട് വെക്കുന്നത്. പേടിച്ചു. ആ ചേട്ടൻ നമുക്കൊരു ഹായ് ഒക്കെ തന്നിട്ടാണ് പോയത്. പിന്നെ ഭദ്രയുടെ ഗെയിം ഇതുവരെ നിന്നിട്ടില്ല ഇവിടെ. പിന്നെ ഇഗ്വാനെ എടുത്ത് തോളത്തിലിട്ട് നോക്ക്. അതുകൊണ്ട് പാമ്പിനെ കൊണ്ട് ചേട്ടൻ പലതരം ഷോസ് ആണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാൻ. മഞ്ഞപ്പാമ്പുണ്ട്. പിന്നെ അത് പെരുമ്പാമ്പിന്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു. നമുക്കിതൊക്കെ കാണുമ്പോഴത്തേക്ക് എൻ്റെ പോലെ. പിന്നെ കുറെ ഹലുവാസ് ഉണ്ടായിരുന്നു അവിടെ, ചക്ക ഹലുവ. പിന്നെ നമ്മള് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അവിടെ ഇഷ്ടംപോലെ വെറൈറ്റി ഫുഡ്സ് ഉണ്ട്. ഞാനൊരു ഐസ്ക്രീം കഴിച്ചു. ഞാൻ സ്ട്രോബെറിയും മാംഗോ ആണ് എടുത്തത്. ഭദ്ര വാനിലയും സ്ട്രോബെറിയും ആണ് എടുത്തത്. അപ്പോൾ